ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്ത വണ്ടർല ട്രിപ്പ് പോകാൻ കേട്ടോ. 1 ഡേ ട്രിപ്പാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് നമ്മുടെ ശ്രീഹരി കൂടി പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, എല്ലാവരെയും ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നേരെ ചെന്ന് നമുക്ക് അവനെയും പിക്ക് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കൂടി കഴിക്കണം. അതിനുശേഷമായിരിക്കും ഞങ്ങൾ അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കൊച്ചി എത്തിയിട്ടുണ്ട്. അവിടുന്ന് ശ്രീഹരിയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഹെവി ആയിട്ട് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ, കാരണം റൈഡിലും വാട്ടർ റൈഡിലൊക്കെ പോകണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ട് കഴിക്കേണ്ട ലൈറ്റായിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫുഡും കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ലൈസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ലൈസ് ഒന്നും ഇപ്പോൾ പണ്ടത്തെ സ്ലൈസ് അല്ലെന്ന്, അതായത് ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല. അങ്ങനെ നേരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടർലയിലേക്ക്. ഞങ്ങൾ ഇത്രയും പേര് മാത്രമല്ല കേട്ടോ, ഇനിയും കുറച്ച് പേരും കൂടി ഉണ്ട്. അവരൊക്കെ ഓൺ ദ വേ ആണ്. അപ്പോൾ അവരെല്ലാവരും കൂടി വന്നിട്ടായിരിക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുക. എങ്കിൽ പോലും നേരത്തെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എല്ലാം സെറ്റായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഞാനൊരു ഫോൺ കവർ മേടിച്ചിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ പ്രാവശ്യം വണ്ടർലയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച കണക്ക് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിക്കുള്ള വീഡിയോസ് അല്ലാതെ വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നെന്ന് വിചാരിച്ചില്ല. ഞാൻ മുന്നേ തന്നെ ഒരു ഫോൺ കവറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് മറന്നുപോയി, പിന്നെ അവിടെ എത്താറായപ്പോഴത്തേക്കാണ് വീണ്ടും ഓർത്തത് തന്നെ. കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഫോൺ നല്ല സേഫായിട്ട് നമുക്ക് വെക്കണമല്ലോ. അങ്ങനെ രണ്ട് ഫോൺ കവറൊക്കെ മേടിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒറ്റ മൈൻഡാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ വക പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ വൈബുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. ഇതിനകത്ത് ഒരാൾ മിസ്സിംഗ് ആണ്, നമ്മുടെ ശ്രുതി വന്നിട്ടില്ല. അവൾക്ക് ഇന്ന് ലീവില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് അവൾ വരാഞ്ഞത്. അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ താണ്ട് നമ്മൾ വണ്ടർല എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ ഇടയ്ക്ക് വണ്ടിയൊക്കെ ചാർജ് ചെയ്യാനായിട്ട് അവർ വഴിയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കയറായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ദിവസം ഒട്ടും തിരക്കാണത്തില്ലെന്നാണ് വിചാരിച്ചത്. ഇന്ന് വണ്ടർലയാണെന്ന്, വാലന്റൈൻസ് ഡേ ആണ്. വണ്ടർലയും വാലന്റൈൻസ് ഡേയും ഒരുമിച്ച് കയറി വന്നതാണ് കേട്ടോ. വാലന്റൈൻസ് ഡേ ആണ്, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നേ. ഞങ്ങൾ ആഗ്രഹിച്ച് വന്നത് എന്തോ അതുപിടിക്കില്ല അല്ലേടാ. അതല്ലേ വലിയ സങ്കടം വരുന്നത്. റീകോയിലിൽ കയറണമെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ശ്രുതിയും പാറൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇപ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കയറണമെന്ന് വിചാരിച്ചിട്ട് മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കയറാൻ പറ്റിയില്ല. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അതങ്ങനെ നടക്കാറില്ല. അങ്ങനെ ആദ്യം തന്നെ ഈ ഒരു റൈഡിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. പേടിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു, പക്ഷേ മെയിൻ പ്രശ്നം വെയിലായിരുന്നു. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വേഗം കയറാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നു, ഒരു ഉച്ച വരെയെങ്കിലും അവിടെ തന്നെ നിൽക്കാനും, അത്ര തിരക്കായിരുന്നു കേട്ടോ. ഞാൻ കയറുന്നതിന് ഇങ്ങനായി ഫാസ്റ്റ് ട്രാക്ക് എടുത്തുകൊണ്ടുള്ള ഗുണമാണ് വേഗം തന്നെ ഞങ്ങൾ ആ ഒരു റൈഡിൽ നിന്ന് ഇറങ്ങി അടുത്ത റൈഡ് തപ്പിപ്പോവാണ്. സ്പേസ് ഗണ്ണിൽ കയറത്തില്ലാന്ന് ഞങ്ങൾ എല്ലാവരും ആദ്യം ഉറപ്പിച്ചാണ്. പക്ഷേ എന്താ കാരണമെന്ന് വെച്ചാൽ ഈ തല കുത്തി നിപ്പ് ഞങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല. അതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒറ്റ റൈഡിലും സമാധാനത്തോടെ കയറാൻ പറ്റത്തില്ല, തലവേദനയും വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നെക്സ്റ്റ് റൈഡിൽ കയറാൻ പോകും. അല്ലല്ലേ
അങ്ങനെ ഓൾമോസ്റ്റ് ഒട്ടുമിക്ക റൈഡിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഞങ്ങൾ വാട്ടർ റൈഡിലേക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ടർ റൈഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയി ഫുഡ് കഴിക്കുക. അതിനുശേഷം ബാക്കി റൈഡ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ വാട്ടർ റൈഡിലേക്കാണ് പോയത്. ഇത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു കേട്ടോ. വാട്ടർ കയറിയിട്ട് ഞങ്ങളിങ്ങനെ കുഴഞ്ഞിരിക്കട്ടെ. ഇനി ഫുഡിന്റെ ടൈമാണ്. ഒരു കൂപ്പൺ മേടിക്കാൻ പോയേക്കാം. അവർ വന്നതിന് ശേഷം നമ്മളിനി നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് അല്ലേ ശ്രീക്കോട്ടെ? അങ്ങനെ വാട്ടർ റൈഡിലും കയറി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഒരു കാര്യമുണ്ട്, അൺലിമിറ്റഡ് ഫുഡാണ്. നമ്മൾ അതിന് എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ബിരിയാണി, നോർമൽ ഊണ്, പായസം, അതുപോലെ തന്നെ ഐസ്ക്രീംസ്, പിന്നെ സൂപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾ. എങ്കിൽ പോലും ഞങ്ങൾ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ പൊറോട്ട, അപ്പം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നേ. അങ്ങനെ നേരെ വന്ന് നന്നായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളത്തിലും കൂടി കിടന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിരിക്കുക കേട്ടോ. അൺലിമിറ്റഡ് ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു, എല്ലാം നല്ല ഫുഡായിരുന്നു. പായസം കുടിച്ചായിരുന്നോ? ബിരിയാണി പായസം കൊള്ളത്തില്ലായിരുന്നു. ബാക്കി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ബിരിയാണിയും എല്ലാം നല്ലതായിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റെയിൻ ഡാൻസിന് പോയിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് സത്യം പറഞ്ഞാൽ മ്യൂസിക്കോട് കൂടി ഇടണമെന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ റെയിൻ ഡാൻസ് കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ഒരുവിധം ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. നേരെ പിന്നെ ഞങ്ങൾ എല്ലാവരും പോയി കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വേവ് പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്ന. ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ആ ഒരു ജയൻ വീലിൽ കയറണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യങ്ങളും കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ആ ജയൻ വീല് ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ദാണ്ട് ഈ ഒരു റൈഡിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കഴിഞ്ഞ ഓണത്തിന് വന്ന പുതിയ റൈഡാണെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഇരുത് 3 വട്ടം കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പേടിച്ച് പണ്ടാരം അടങ്ങി പോകും. അതായത് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് എറിയുന്നൊരു ഫീലാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 3 വട്ടം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് തന്നെ കുറേ കോമഡി ഷോർട്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു പണി കിട്ടിയതായിരുന്നല്ലോ. ശ്രീകുട്ടിക്ക് പനി ആയിട്ടുണ്ടായിരുന്നു. റെയിൻ ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പനി അടിച്ച് വിറച്ചൊരു പരുവമായി. അതുകൊണ്ട് തന്നെ ശ്രീകുട്ടി ഇനിയുള്ള പോർഷനിലൊക്കെ മിസ്സിങ് ആയിരിക്കും. നേരെ നമ്മളെ കൂടെ വന്ന് അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നേരെ അവളൊന്ന് റെസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള റൈഡ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 3D മൂവി ഉണ്ടായിരുന്നു, അതും കണ്ടിട്ട് നമ്മൾ നടിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ കുഴഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നേ. കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇന്നത്തെ ഡേ ഉണ്ടല്ലോ വേർത്തായിരുന്നു, അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ ആ ഒരു സ്പെൻഡ് ചെയ്ത എമൗണ്ടിന് ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു തന്നെ പറയാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഒറ്റ വരില്ല, ഫുഡും കഴിക്കണം, വീട്ടിൽ പോവുക. അതാണ് ഇതാണ് ഞങ്ങൾ വണ്ടർലാ ഡേ വ്ളോഗ്. ഡെയിലി 10 മണിക്കായിരിക്കട്ടെ ഇനി മുതൽ നമ്മളെ വീഡിയോസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.